റാം കെയർ ഓഫ് ആനന്ദിയിൽ ഒരു വ്യത്യസ്തമായ ഒരു ഒരു ഭൂമികയിലേക്ക് ആ നോവൽ ഒരു ഘട്ടം കഴിഞ്ഞ് പ്രവേശിക്കുന്നത്. ശ്രീലങ്കയിലെ പ്രശ്നങ്ങൾ, മുനമ്പത്തെ മനുഷ്യക്കടത്ത്, അതൊക്കെ പെട്ടെന്ന് മലയാളി വായനക്കാർക്കും മലയാള സാഹിത്യത്തിന് അപരിചിതമായ മേഖലകളാണ് അതൊക്കെ. തൊട്ടടുത്ത സംസ്ഥാനമാണ് തമിഴ്നാടെങ്കിൽ പോലും നമ്മുടെ മലയാള സാഹിത്യത്തിൽ അങ്ങനെ ഒരുപാട് നോവലുകളുടെ കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. എങ്ങനെ അതിനൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നു? അതിനുവേണ്ടി ബോധപൂർവ്വം നടത്തിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു ഇത് പഠിക്കാൻ? സത്യം പറഞ്ഞാൽ നോവലിലെ വലിയൊരു ട്വിസ്റ്റാണ് വെളിപ്പെടുത്തിയത്. വായിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാനപ്പോൾ എന്ത് പറയാനാണ് അതിനെ പറ്റിയിട്ട്? എന്നാലും പറയാം. നോവല് എഴുതുന്ന സമയത്ത് സ്ഥിരം ഞാൻ ആ സംഭവം നടന്ന സ്ഥലത്തായിരുന്നു. അത് പറയുന്നില്ല. എക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ആ സ്ഥലത്ത് പോയിട്ട് ആൾക്കാരെ കാണും, സംസാരിക്കും. പിന്നെ വയ്യിലേക്ക് പോയിട്ടുള്ള ആൾക്കാരെ കാണും പോയിട്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് DC കൊടുത്തു. DC കൊടുത്തപ്പോൾ ഇതിങ്ങനെ എഡിറ്റർ വായിച്ചിട്ട് എനിക്ക് ചോദിച്ചു, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു, ഇതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ആ വയ്യിലേക്ക് പോയ ആൾക്കാരെയൊക്കെ ഞാൻ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇതൊക്കെ എഴുതി വെച്ച് നിന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഇതൊക്കെ എഴുതി വെച്ച ഒരാൾ ഇപ്പോഴും ജയിലിൽ എഴുത്തുകാരനാന്ന് പറഞ്ഞു. അടുത്തിടെ കണ്ട് റിലീസായെന്ന് തോന്നുന്നു പുള്ളി. അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ശരി, അതൊക്കെ നമുക്ക് പയ്യെ വെട്ടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 70 പേജ് കട്ട് ചെയ്തതാണ് ഇപ്പോൾ ഉള്ള റാം കെയർ ഓഫ് ആനന്ദി. പിന്നെ ശ്രീലങ്ക പറഞ്ഞു. ശ്രീലങ്കൻ ഇഷ്യൂസ് എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വിളിക്കാറുണ്ട്. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല. ഇനിയിപ്പോൾ അത് ഇംഗ്ലീഷിൽ ഇപ്പോൾ ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം ഇറങ്ങാൻ പോകുന്നെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇറങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. വൈകാതെ എന്നെ ശ്രീലങ്കയിലേക്ക് കയറ്റത്തില്ലെന്ന് എനിക്കറിയാം, അത് ഇംഗ്ലീഷിൽ വന്നതുകൊണ്ട്. അപ്പോൾ അതിന് മുൻപ് അവിടെ ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് അവിടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു. പിന്നെ അവിടെ നടന്നിട്ടുള്ള യുദ്ധത്തെ പറ്റിയിട്ട്, അത് ഭയങ്കര ഒരു ബ്രൂട്ടലി നടന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അവിടെ. ഞാനൊരിക്കലും യുദ്ധത്തെ പറ്റിയല്ല എഴുതിയത്. നമ്മൾ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അത് ബാധിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് സ്ത്രീകളെയും കുട്ടികളെയാണ്. ശ്രീലങ്കയിൽ ചില സമയങ്ങളിൽ രാത്രി കൊണ്ടുവന്ന് തമിഴന്മാർ വംശജർ താമസിക്കുന്ന അവിടെ കൊണ്ടുവന്ന് ഷെല്ലിടും. അപ്പോൾ സ്ത്രീകളും കുട്ടികളും പേടിച്ച് ഓടുന്ന സമയത്ത് അവിടെയുള്ള പൊന്തക്കാട്ടിലൊക്കെ കുറേ യുവാക്കൾ ഒളിച്ചിരിക്കും. കാരണം എന്താണെന്ന് അറിയിട്ട് ഇവർ ഓടി വരുമെന്നറിയാം. എന്നിട്ട് ഈ വരുന്ന ആൾക്കാരെ ബ്രൂട്ടലി റേപ്പ് ചെയ്യും. അവരുടെ ഇഷ്ടത്തിന് അവർ യൂസ് ചെയ്യാം. മനുഷ്യരെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇവരെ കിട്ടും. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ സിസ്റ്ററിനെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊന്നതാണ്. അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അതൊരു ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് കൊന്നത്. അത് വായിച്ചവർക്കറിയാം. ആനന്ദിയുടെ അമ്മയുടെ ഒരു പോർഷൻ പറയുന്നുണ്ട്. അത് ഞാൻ അതേപോലെ എഴുതി വെച്ചത് അമ്മയുടെ ആ ഒരു ഇതിലാണ് എഴുതി വെച്ചത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് മനുഷ്യരല്ലേ, നമ്മളിങ്ങനെ ഇരുന്നിട്ട്, ഞാനാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി, ഞാൻ ഭയങ്കര ഇമോഷണലാവും. ചിലപ്പോൾ റീൽസിലൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റായിരിക്കും കുത്തിയിരുന്ന് കരയും ഞാൻ. അത് അത്രേ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ അത് അത്രയും ഉണ്ടല്ലോ എന്ന്. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇവനോട് ഇരുന്നിട്ട് ഓരോന്ന് ചോദിക്കും. പിന്നെ അവൻ തിരിച്ച് ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞ് ഇവനെ വിളിക്കും, സംസാരിക്കും. അപ്പോൾ അങ്ങനെ കൃത്യമായ സ്റ്റഡി നടത്തി അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്തു. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത്. പക്ഷെ നല്ല രസമാണ്. എന്താണെന്നറിയാമോ, നമ്മളിങ്ങനെ സ്റ്റഡി ചെയ്തിട്ട് ഇത് എഴുതുന്നത് ഭയങ്കര രസമാണ്. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനെക്കാട്ടിലും ഭയങ്കര രസമാണ്. നമ്മൾ ഓരോ ആൾക്കാരോട് റെഫറൻസ് എടുക്കുക, പത്രങ്ങൾ എടുക്കുക. നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിനെ കണക്ക് നമ്മൾ നടക്കും. മനോരമയിൽ വിളിക്കും, മാതൃഭൂമിയിൽ വിളിക്കും, ഇന്ന ഡേറ്റിലുള്ള പത്രം കിട്ടുമോ എന്ന് ചോദിക്കും. കുറേ ആൾക്കാരെ പരിചയപ്പെടും. അതെനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. അതിൻ്റെ ഒരു സംഭവങ്ങളാണ് അതിൻ്റെ ക്ലൈമാക്സിൽ ഉള്ളത്. ട്വിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. താങ്ക് യു. ഈ മണിച്ചിത്രത്താഴിലെ ട്വിസ്റ്റ് അറിയാത്ത മലയാളികളില്ല. അതുപോലെ ദൃശ്യം സിനിമയിൽ ട്വിസ്റ്റ് എല്ലാവർക്കും അറിയാം. അതുപോലെ ഈ സിനിമയിലെ ഈ നോവലിലെ ട്വിസ്റ്റും ആളുകൾക്ക് എന്തായാലും അറിയാം. അപ്പം ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ട്വിസ്റ്റ് അറിഞ്ഞാൽ പോലും ആളുകൾ വായിക്കാതിരിക്കില്ല. അപ്പോൾ അത്തരം പേടികളൊന്നും അഖിലിന് വേണ്ട.